ഹായ് ഓൾ, എല്ലാവർക്കും എമിനൻറ്റ് PSC സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സ് എന്ന് പറയുന്ന നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സീരീസാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, പലർക്കും അറിയില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ റെഫറൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും എപ്പോഴും സംശയങ്ങൾ ചോദിക്കേണ്ടത് എവിടെ നിന്നാണ് പഠിക്കുക, എങ്ങനെയാണ് പഠിക്കുക. പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ധാരാളം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു മേജർ പോർഷൻ എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് തീർക്കാനായിട്ട് പറ്റും. 2021 അല്ലേ PSC ഈ പ്രിലിംസ്, മെയിൻസ് ഇങ്ങനെ ഒരു സമ്പ്രദായം കൊണ്ടുവരുന്നു. അപ്പം അന്ന് മുതൽ ഈ സിലബസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം അന്ന് മുതലുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അത് 10th ലെവല്, +2 ലെവല്, ഡിഗ്രി ലെവല് മാത്രമല്ല, ചില ടെക്നിക്കൽ എക്സാമുകളിലും എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കല എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് ഒരുപാട് സീരീസുകളുണ്ട്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കലയിൽ നിന്ന് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2021 മുതൽ 23 വരെ 10th ലെവൽ പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ആക്ച്വലി 10th ലെവൽ പ്രിലിംസിന് കല എന്ന് പറഞ്ഞൊരു ഭാഗമില്ല അല്ലേ. പക്ഷേങ്കിൽ പല ചോദ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ചോദിച്ച് കാണുന്നുണ്ട് കലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്നുള്ളതാണ്. ഓപ്ഷൻ എ രാജീവ് ഗാന്ധി, ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ സി PV നരസിംഹറാവു ആൻഡ് ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു എന്നുള്ളതാണ്. അപ്പോൾ 1980 ഇന്ദിരാഗാന്ധിയാണ് ഇവിടെ പ്രധാനമന്ത്രി ആയിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അയ്യങ്കാളിയുടെ പ്രതിമ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അന്ന് വലിയ സംഭവമായിട്ടുണ്ടായിരുന്ന ഒന്നാണ് ഈ പ്രതിമയുടെ അനാച്ഛാദനം എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധി വന്നിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അനാച്ഛാദനം ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, വെള്ളയമ്പലം എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ജില്ലയിലാണ് വെള്ളയമ്പലം എന്ന് പറയുന്ന സ്ഥലം. തിരുവനന്തപുരം നഗരത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് തന്നെ പ്രതിമകളുടെ നഗരമെന്നാണ്. പ്രതിമകളുടെ നഗരമെന്നാണ് നമ്മൾ തിരുവനന്തപുരം നഗരത്തെ എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്ന മറ്റൊരു നഗരമുണ്ട്, കോഴിക്കോടാണ്. കോഴിക്കോടിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നതെന്ന് പറയുന്നത് ശില്പങ്ങളുടെ നഗരമെന്നാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, തമ്മിൽ തെറ്റിപ്പോകരുത്. ശില്പങ്ങളുടെ നഗരമെന്നാണ് കോഴിക്കോട് അറിയപ്പെടുന്നത്. അപ്പോൾ തിരുവനന്തപുരം അറിയപ്പെടുന്ന പ്രതിമകൾ, അതായത് സിറ്റി ഓഫ് സ്റ്റാച്യൂസ് എന്നാണ് അറിയപ്പെടുന്നത്. കോഴിക്കോട് അറിയപ്പെടുന്നത് സിറ്റി ഓഫ് സ്കൾപ്ചേഴ്സ് എന്നാണ് കേട്ടോ. അപ്പോൾ അത് തമ്മിൽ വ്യത്യാസമുണ്ട്, ഇങ്ങനെ മാറിപ്പോകരുത്. അപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ പോലും നിങ്ങൾ പല ആൾക്കാരും തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടാവും, പല കാര്യങ്ങൾ ടൂർ വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും, മറ്റു കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാം, ആ നഗരം നിറച്ചു പ്രതിമകളാണ് അല്ലേ. കേരളത്തിൻ്റെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, കലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, സാഹിത്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ധാരാളം ആൾക്കാരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. അതിലും ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കുറച്ച് പ്രതിമകളെക്കുറിച്ച്, തിരുവനന്തപുരം നഗരത്തിലുള്ള കുറച്ച് പ്രതിമകളെ കുറിച്ചിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോകാം. അതിൽ ആദ്യം പറയാനുള്ളത് സെക്രട്ടേറിയറ്റ് വളപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. സെക്രട്ടേറിയറ്റിൽ അല്ലേ, സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുന്നത് വേലുത്തമ്പി ദളവയുടെ പ്രതിമയാണ്. വേലുത്തമ്പി ദളവയുടെ പ്രതിമയാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുന്നത്. ഇനി സെക്രട്ടേറിയറ്റിന് പുറത്ത്, ആ ജംഗ്ഷൻ അറിയപ്പെടുന്നത് തന്നെ സ്റ്റാച്യു ജംഗ്ഷൻ എന്നാണ് അല്ലേ. സെക്രട്ടേറിയറ്റിൻ്റെ പുറത്ത് നിന്ന് സെക്രട്ടേറിയറ്റിനെ നോക്കി നിൽക്കുന്ന ഒരാളുണ്ട്, അത് T മാധവറാവു ആണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ദിവാനായിരിക്കുന്ന കാലഘട്ടത്തിലാണ് അത് പണിതിട്ടുള്ളത് സെക്രട്ടേറിയറ്റ്. അതുകൊണ്ടാണ് അദ്ദേഹം റോഡിന് പുറത്ത് നിന്ന് സെക്രട്ടേറിയറ്റിനെ നോക്കി നിൽക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് സെക്രട്ടേറിയറ്റിനകത്ത് ഉള്ളത് വേലുത്തമ്പി ദളവയുടെ പ്രതിമയും, പുറത്തു നിന്ന് സെക്രട്ടേറിയറ്റിനെ നോക്കി നിൽക്കുന്നത് T മാധവറാവുവിൻ്റെ പ്രതിമയുമാണ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ നിയമസഭാ മന്ദിരത്തിനുള്ളിൽ. നമ്മുടെ നിയമസഭാ മന്ദിരത്തിൻ്റെ ഉള്ളിൽ 3 പേരുണ്ട്. ആരൊക്കെയാണ് അവർ? നിയമസഭയ്ക്കുള്ളിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട വലിയ പ്രതിമയെന്ന് പറയുന്നത് ഗാന്ധിജിയുടെ പ്രതിമയാണ്. ഗാന്ധിജിയുടെ 2 വശത്തായിട്ട് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ മറ്റൊരു വശത്തായിട്ട് അംബേദ്കറും നിൽക്കുന്നുണ്ട്, BR അംബേദ്കറും നിൽക്കുന്നുണ്ട്. ഇനി നിയമസഭയ്ക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ EMS ആണ് നിൽക്കുന്നത്. നിയമസഭയ്ക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള EMS ആണ് നിൽക്കുന്നത്. ഇതാണ് നിയമസഭാ മന്ദിരത്തിൻ്റെ ഉള്ളിൽ. ഇനി നിങ്ങൾ പല ആൾക്കാരും കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി വളപ്പിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആരാണ്? കേരള യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ നിൽക്കുന്നത് ചിത്തിര തിരുനാൾ മഹാരാജാവാണ്. ചിത്തിര തിരുനാൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി 1937 ഉണ്ടാകുന്ന ചിത്തിര തിരുനാളാണ് യൂണിവേഴ്സിറ്റിക്ക് ഉള്ളിൽ നിൽക്കുന്നത്. യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് നിൽക്കുന്നത് മഹാകവി കുമാരനാശാനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ഇവിടുത്തെ കലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിൻ്റെ പേര് മാനവീയം വീഥി എന്നാണ്.
മാനവീയം വീതി. മാനവീയം വീതി കലാകാരന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ഇടമാണ്, അല്ലേ? കേരളത്തിലെ നൈറ്റ് ലൈഫുള്ള ഒരു പ്രധാനപ്പെട്ടുള്ള സ്ഥലമാണ്. മാനവീയം വീതിയുടെ ഒരറ്റത്ത് നിൽക്കുന്നത് വയലാർ രാമവർമ്മയാണ്. പ്രശസ്തനായിട്ടുള്ള കവിയായിട്ടുള്ള വയലാർ രാമവർമ്മയാണ് മാനവീയം വീതിയുടെ ഒരറ്റത്തുള്ളത്. മാനവീയം വീതിയുടെ മറ്റേ അറ്റത്ത് രണ്ട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുണ്ട്, സാഹിത്യവുമായിട്ടും സിനിമയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് പേര്. ഒന്ന് പി ഭാസ്കരൻ മാസ്റ്ററാണ്, എഴുത്തുകാരനും നടനും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള പി ഭാസ്കരൻ മാസ്റ്ററാണ് മറ്റൊരറ്റത്തുള്ളത്. അദ്ദേഹത്തോടൊപ്പം തന്നെ കുറച്ചു മാറിയായിട്ട് ദേവരാജൻ മാസ്റ്ററുമുണ്ട്. ദേവരാജൻ മാസ്റ്റർ എന്ന സംഗീത സംവിധായകനുമുണ്ട്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടുള്ളത് മാത്രമാണ്, ഇത്രയും പേരൊന്നുമല്ല, ധാരാളം ആൾക്കാരുണ്ട്. എന്നാൽ ഇത്രയും പേരൊക്കെ ഒന്ന് വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കുക. സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ വീരത്തമ്പി തളവ, പുറത്ത് മാധവറാവു, നിയമസഭാ മന്ദിരത്തിനുള്ളിലാണെങ്കിൽ ഗാന്ധിജി, നെഹ്റു, അംബേദ്കർ, പുറത്താണെങ്കിൽ EMS, കേരള യൂണിവേഴ്സിറ്റിക്കുള്ളിലാണെങ്കിൽ ചിത്ര തിരുനാൾ, യൂണിവേഴ്സിറ്റിക്ക് പുറത്താണെങ്കിൽ കുമാരനാശാൻ, മാനവീയം വീതിയുടെ ഒരറ്റത്ത് വയലാർ രാമവർമ്മ, മറ്റേ അറ്റത്ത് പി ഭാസ്കരൻ മാസ്റ്റർ, ദേവരാജൻ മാസ്റ്റർ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം. ഓപ്ഷൻ എ അറ്റ്ലാന്റ് ഫാൽക്കൺ, ബി ഗരുഡ വിസിനു കെൻകാന, സി ജഡായു ആൻഡ് ഡി സാൻഡ് ഹിൽക്രന. ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം എന്നറിയപ്പെടുന്നത്? നമ്മുടെ ജഡായുവാണ്. ജഡായു നിങ്ങൾ ചില ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ടാവും, ചില ആൾക്കാരൊക്കെ അവിടെ പോയിട്ടുണ്ടാവും. ജഡായുപ്പാറ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്, അല്ലേ? കൊല്ലം ജില്ലയിൽ MC റോഡിൽ പോയിരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. കൊല്ലം ജില്ലയിൽ ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ജഡായുപ്പാറ ഉള്ളത്, അല്ലേ? രാജീവ് അഞ്ചൽ എന്ന് പറയുന്ന സംവിധായകനും ശില്പിയുമൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ശില്പം പണിതിട്ടുള്ളത്. ജഡായുപ്പാറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസം ഇനീഷ്യേറ്റീവാണ് അത്. കേരള ടൂറിസത്തിൻ്റെ ആദ്യത്തെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലുള്ള ടൂറിസം ഇനീഷ്യേറ്റീവാണ് ഏതെന്ന് പറയുന്നത് ജഡായുപ്പാറ. കേരള ടൂറിസം വകുപ്പിൻ്റെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലുള്ള ആദ്യത്തെ ടൂറിസം ഇനീഷ്യേറ്റീവാണ് എന്ത്, ജഡായുപ്പാറ എന്നുള്ളത്. അപ്പോൾ അതും ഒന്ന് ഓർത്തുക. ജഡായു എന്ന് പറയുന്ന കഥാപാത്രത്തെയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലേ? പുരാണത്തിലെ ജഡായുവിൻ്റെ പ്രത്യേകതയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതാ നിങ്ങൾ ആദ്യം കാണുന്ന ചിത്രമാണ് വെള്ളയമ്പലത്തുള്ള അയ്യങ്കാളിയുടെ ചിത്രം. ഇതൊരു പഴയ ചിത്രമാണ് കേട്ടോ, ഒത്തിരി നാൾ മുമ്പിൽ. പുറകിലുള്ള KSRTC കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലേ? പഴയൊരു ചിത്രമാണ്. രണ്ടാമത് നിങ്ങൾ കാണുന്ന ചിത്രമാണ് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് നമ്മൾ കാണുന്ന ജഡായുപ്പാറ, അല്ലേ? ജഡായു എന്ന് പറയുന്നത് രാവണൻ ജഡായുവിൻ്റെ ചിറകരിഞ്ഞ് വീഴ്ത്തി അങ്ങനെ വന്ന് വീണത് കൊണ്ടാണ് ഇങ്ങനെ ആ പക്ഷി, ജഡായു എന്ന് പറയുന്ന പക്ഷി എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ മലന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ്. എ ആത്മകഥ, ബി നാടകം, സി നോവൽ, ഡി മഹാകാവ്യം. അപ്പോൾ VT ഭട്ടതിരിപ്പാട് എന്ന് പറയുന്ന സാമൂഹിക പരിഷ്കർത്താവ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രചനകളിലൊന്നാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, അല്ലേ? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് നാടകമാണ് കേട്ടോ. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് നാടകമാണ്. എപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്ന രണ്ട് പുസ്തകങ്ങളാണ് അല്ലെങ്കിൽ കൃതികളാണ് VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന കൃതിയും അതുപോലെ തന്നെ കണ്ണീരും കിനാവും എന്ന് പറയുന്ന കൃതിയും. കണ്ണീരും കിനാവും എന്ന് പറയുന്നത് VTയുടെ ആത്മകഥയാണ് കേട്ടോ. കണ്ണീരും കിനാവും എന്ന് പറയുന്നത് VTയുടെ ആത്മകഥയാണ്. VT രചിച്ചിട്ടുള്ള നാടകമാണ് എന്ത്, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്നത്. ഇത് ധാരാളം ചോദ്യപേപ്പറുകൾ 2021 ശേഷമുള്ള ധാരാളം ചോദ്യപേപ്പറുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചോദ്യം ധാരാളമായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓർത്ത് നോക്കുക, കണ്ണീരും കിനാവും എന്ന് പറയുന്നത് ഓട്ടോബയോഗ്രഫിയും അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് നാടകവുമാണ്. അടുത്ത ചോദ്യം, യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത് എന്നുള്ളതാണ്. യക്ഷഗാനം. ഓപ്ഷൻ എ കണ്ണൂർ, ബി പാലക്കാട്, സി വയനാട്, ഡി കാസർഗോഡ്. യക്ഷഗാനം എന്ന് പറയുന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ജില്ല എന്ന് പറയുന്ന ഓപ്ഷൻ ഡി കാസർഗോഡാണ്, അല്ലേ? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് പഠിച്ചിട്ടുള്ളതുമൊക്കെ ആയിരിക്കും. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്, അല്ലേ? യക്ഷഗാനമുള്ളത് കാസർഗോഡാണ്. അപ്പോൾ ഇനി മറ്റ് ജില്ലകളിലെ കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. കണ്ണൂർ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന കലാരൂപം എന്തായിരിക്കും? കണ്ണൂരിൽ പ്രധാനപ്പെട്ട കലാരൂപം എന്ന് പറയുന്നത് തെയ്യം, അല്ലേ? തെയ്യം നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് കണ്ണൂരാണ്. ഇനി പാലക്കാടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്യാർ കളി കൂടുതലായിട്ട് കാണും, അല്ലേ? കണ്യാർ കളി. മീനാക്ഷി കല്യാണം കൂടുതൽ കാണാറുണ്ട്, മീനാക്ഷി കല്യാണം. അതുപോലെ തന്നെ പൊറാട്ട് നാടകം ഇതൊക്കെ നമ്മൾ കൂടുതലും കാണുന്നത് പാലക്കാട് ജില്ലയിലാണ്, അല്ലേ? വയനാടാണെന്നുണ്ടെങ്കിൽ ആദിവാസി വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ അടിയ കമ്മ്യൂണിറ്റിയുടെ ഗതിക നമ്മൾ കൂടുതലായിട്ട് കാണാറുണ്ട്.
ഗദ്ദിക. കാസർഗോഡാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യക്ഷഗാനം അല്ലേ, കർണാടകയിൽ ഉത്ഭവിച്ച് പിന്നീട് കേരളത്തിലേക്കൊക്കെ എത്തിയിട്ടുള്ള യക്ഷഗാനം എന്ന് പറയുന്ന കലാരൂപം കാസർഗോഡാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം ഈ ചിത്രമാണ്, യക്ഷഗാനത്തിൻ്റെ ചിത്രമാണ്. യക്ഷഗാനം എന്ന് പറയുന്നത് പുരാണ കഥകളെ ആസ്പദമാക്കിയിട്ടാണ് യക്ഷഗാനങ്ങൾ സാധാരണഗതിയിൽ അവതരിപ്പിക്കാറുള്ളത്. യക്ഷഗാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ആടയാഭരണങ്ങളും കോസ്റ്റ്യൂമാണ്. വളരെ കളർഫുള്ളായിട്ടുള്ള ഓർണമെൻറ്റ്സും കോസ്റ്റ്യൂംസും ഒക്കെ ധരിച്ചിട്ടാണ് സാധാരണഗതിയിൽ എന്ത് ചെയ്യാറുള്ളത്, യക്ഷഗാനം അവതരിപ്പിക്കാറുള്ളത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം വീണ്ടും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, വീണ്ടും പറയുന്നില്ല. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി ടി ഭട്ടതിരിപ്പാട്, പ്രേംജി, എം.ആർ. ഭട്ടതിരി, തോപ്പിൽ ഭാസി. ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് ആരാണ്, വി ടി ഭട്ടതിരിപ്പാടാണ് അല്ലേ. എളുപ്പമല്ലേ ആ ചോദ്യം, വി ടി ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളെയും അവയെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത് തന്നിട്ടുള്ളത് തുഞ്ചൻ സ്മാരകം തിരൂർ, കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശിമംഗലം, വള്ളത്തോൾ മ്യൂസിയം കൊല്ലം. ശരിയായ ജോഡിയാണ് നമ്മൾ നോക്കണേ, ശരിയായിട്ടുള്ളതാണോ തെറ്റായിട്ടുള്ളതാണോ. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ 1, 3, ഓപ്ഷൻ ബി 1, 2, 3, സി 1, 2, ഡി 2, 3. ഇതിനകത്ത് ശരിയായിട്ടുള്ള ജോഡികളെന്ന് പറയുന്നത് സി 1, 2 ആണ്. അതായത് തുഞ്ചൻ സ്മാരകം തിരൂരാണ്. നമ്മുടെ മലയാള സർവകലാശാലയ്ക്കുള്ള തുഞ്ചൻ സ്മാരകം എവിടെയാണ്, തിരൂരാണ്. ഇനി കുഞ്ചൻ സ്മാരകം എന്ന് പറയുന്നത് കിള്ളിക്കുറിശിമംഗലമാണ്. കുഞ്ചൻ നമ്പ്യാർ ജനിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശിമംഗലത്താണ്. അവിടെയാണ് കുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. വള്ളത്തോൾ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലമെന്നാണ് മൂന്നാമത് വന്നിട്ടുള്ളത്. അത് തെറ്റാണ്. അതാണ് ഈ ജോഡികളിൽ തെറ്റായിട്ടുള്ളത്. വള്ളത്തോൾ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ കേരള കലാമണ്ഡലമല്ലേ, അവിടെ തന്നെയാണ് വള്ളത്തോൾ മ്യൂസിയം. അപ്പോൾ ഓർത്തുകൊള്ളുക, വള്ളത്തോൾ മ്യൂസിയം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്, കൊല്ലം ജില്ലയിലല്ല. ഓക്കെ, അപ്പോൾ അതാണ് തെറ്റ്. സോ ആൻസർ ഈസ് 1 and 2. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം വീണ്ടും നാടകവുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള 1-2 ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. 1 ഋതുമതി പ്രേംജി, 2 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി ടി ഭട്ടതിരിപ്പാട്, 3 പാട്ടബാക്കി KPR ഗോപാലൻ. ഇതിനകത്ത് ശരിയായ ഉത്തരം എ 1, 3, ബി 1, 2, 3, സി 2, 3, ഡി 1, 2. ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ളത്? നമുക്കറിയാം, ഇപ്പം തന്നെ നമ്മൾ കുറേ തവണ പറഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി ടി ആണ് അല്ലേ. അപ്പോൾ 2 ഓപ്ഷൻ ആയിരിക്കും എന്താണ്. അപ്പോൾ ഇതിനകത്ത് രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത് ബിയും സിയും ഡിയിലും ഉണ്ട് അല്ലേ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഡി 1, 2 ആണ് ശരിയായിട്ടുള്ളത്. ഏതാണ്? ഋതുമതി എന്ന് പറയുന്ന നാടകം രചിച്ചിട്ടുള്ളത് പ്രേംജി ആണ് ഋതുമതി എന്ന നാടകം രചിച്ചിട്ടുള്ളത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി ടി ഭട്ടതിരിപ്പാടാണ്. മൂന്നാമത്തെ നാടകം എന്ന് പറയുന്നത് പാട്ടബാക്കിയാണ്. പാട്ടബാക്കി എന്ന് പറയുന്ന നാടകം ആക്ച്വലി KPR ഗോപാലൻ അല്ല രചിച്ചിട്ടുള്ളത്. പാട്ടബാക്കി എന്ന് പറയുന്ന നാടകം കെ ദാമോദരനാണ് പാട്ടബാക്കി എന്ന നാടകം എന്ത് ചെയ്തിട്ടുള്ളത്, രചിച്ചിട്ടുള്ളത്. 1937 പൊന്നാനി കർഷക സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ നാടകം ശരിക്കും പാട്ടബാക്കി എന്ന് പറയുന്ന രാഷ്ട്രീയ നാടകം എന്ത് ചെയ്യുന്നത്, എഴുതപ്പെടുന്നത് കേട്ടോ. 1937 നാടകം എഴുതപ്പെടുന്നത് ഈ കർഷക സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഋതുമതി പ്രേംജിയാണ് അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് വി ടി ഭട്ടതിരിപ്പാട്. അത് ആ ചോദ്യം തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് വി ടി ഭട്ടതിരിപ്പാട്, പ്രേംജി, M.R. ഭട്ടതിരിപ്പാട്, ആര്യപള്ള. ആരാണ്? പ്രേംജിയാണ് അല്ലേ. അതായത് നിങ്ങൾ ഈ 2 പേരെയും ഒന്ന് കണ്ടിരിക്കണം. പ്രേംജിയുടെ യഥാർത്ഥ പേര് MP ഭട്ടതിരിപ്പാട് എന്നാണ് കേട്ടോ. പ്രേംജി അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് എന്ന് പറയുന്നത് MP ഭട്ടതിരിപ്പാട് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ 2 ആൾക്കാരെ കാണിച്ചു തരാം. ചിത്രത്തിൽ നിങ്ങൾ ആദ്യം കാണുന്നതാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ വി ടി ഭട്ടതിരിപ്പാട്. ചിത്രത്തിൽ ആദ്യം കാണുന്ന വൈറ്റ് ഷർട്ട് ഇട്ടിട്ടുള്ള ആൾ ആണ് വി ടി ഭട്ടതിരിപ്പാട്. രണ്ടാമത്തെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നതാണ് MP ഭട്ടതിരിപ്പാട് കേട്ടോ. വി ടി ഭട്ടതിരിപ്പാടും MP, അതായത് പ്രേംജിനെയാണ് നിങ്ങൾ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത്. MP ഭട്ടതിരിപ്പാട് അതായത് പ്രേംജി ഒരു നടൻ കൂടിയാണ് അല്ലേ. 1988 നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള പിറവി എന്ന് പറയുന്ന ഷാജിൻകറിൻ്റെ ചിത്രത്തിൽ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരാളാണ് പ്രേംജി. 2 പേരെ മുഖം ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. വി ടി ഭട്ടതിരിപ്പാടും MP ഭട്ടതിരിപ്പാടും അതായത് പ്രേംജിയുമാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്.
എന്തിനാണ് ചിത്രങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചിത്രത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ആൻസറുകൾ കിട്ടൂലേ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ആൾക്കാരെ കൂടി ഒന്ന് ഫെമിലിയറായി പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ചിത്രങ്ങൾ കാണിക്കുന്നത് കേട്ടോ. അടുത്തത് ഒരു 4 ചോദ്യങ്ങൾ ഞാൻ ഒരൊറ്റ സ്ലൈഡിൽ മാത്രമാക്കിയിട്ടുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം ഒരൊറ്റ ചോദ്യം തന്നെയാണ്, പക്ഷെ എത്ര തവണ അത് വന്നിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ ചോദ്യം എടുത്തിട്ടുള്ളത്. ഇതാ നോക്കൂ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകം രചിച്ചതാര്, പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കുന്ന കൃതിയുടെ കർത്താവാര്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകത്തിൻ്റെ രചയിതാവ്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകം എഴുതിയതാര്. എല്ലാത്തിനും ഒരേ ഒരു ഉത്തരം വി.ടി. ഭട്ടതിരിപ്പാട്. അപ്പോൾ 2021 മുതൽ 2023 വരെ എത്ര 10th ലെവൽ പരീക്ഷകളിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. എല്ലാത്തിൻ്റെ ആൻസർ ഇത് തന്നെയാണ്, ആ വി.ടി. ഭട്ടതിരിപ്പാട് തന്നെയാണ്. അടുത്ത ചോദ്യം, മറ്റൊരു ചോദ്യത്തിലേക്ക് പോകുക അല്ലേ. ചേരുംപടി ചേർക്കുക. ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത് കലാകാരനാണ്, കലയും കലാകാരനും എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സൈഡിൽ കൊടുത്തിട്ടുള്ളത് അടൂർ ഗോപാലകൃഷ്ണൻ, രണ്ടാമത് ജെ.സി. ഡാനിയേൽ, മൂന്നാമത് റസൂൽ പൂക്കുട്ടി, നാലാമത് തോപ്പിൽ ഭാസി. ഇപ്പുറത്തെ സൈഡിൽ തന്നിട്ടുള്ളത് 1 ഓസ്കാർ നേടിയ ആദ്യ മലയാളി, കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്, മൂന്നാമത് മലയാള സിനിമയുടെ പിതാവ്, 4 ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകൻ എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് ഓരോന്നും പറഞ്ഞു നോക്കാം അല്ലേ. ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടാവാം, അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ആദ്യം അടൂർ ഗോപാലകൃഷ്ണൻ ഒരു സംവിധായകനാണ്. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, അദ്ദേഹമാണോ ഇനി മലയാള സിനിമയുടെ പിതാവെന്നൊക്കെ. ആക്ച്വലി അടൂർ ഗോപാലകൃഷ്ണൻ ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകനാണ് അല്ലേ. 5 തവണ മികച്ച സംവിധായകനുള്ള നാഷണൽ അവാർഡ് നേടിയിട്ടുള്ള ആളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഇനി ജെ.സി. ഡാനിയലാണ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജെ.സി. ഡാനിയലാണ്. അദ്ദേഹമാണ് ആദ്യത്തെ മലയാള സിനിമയായിട്ടുള്ള വിഗതകുമാരൻ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ. വിഗതകുമാരൻ അല്ലേ. 1928 എന്ത് ചെയ്തിട്ടുള്ളത്, വിഗതകുമാരൻ എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. വിഗതകുമാരൻ്റെ സംവിധായകനായിരുന്നു ആര്? ജെ.സി. ഡാനിയൽ. ഇനി റസൂൽ പൂക്കുട്ടിയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഓസ്കാർ നേടിയിട്ടുള്ള ആദ്യത്തെ മലയാളിയാണ് അല്ല. അപ്പോൾ സി എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യും, നമ്മൾ 1ലേക്ക് കണക്ട് ചെയ്യും. 2009 കേട്ടോ. 2009 സ്ലം ഡോഗ് മില്യണയർ എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ കിട്ടുന്നത്. ഇനി 4മത്തത് തോപ്പിൽ ഭാസി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്. ആ പേര് അങ്ങനെ പറയുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ പോകുന്നത്. നിങ്ങളല്ലാതെ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ KPSC എഴുതുക, KPSC സണ്ണി എന്നൊക്കെ പറയുന്ന അതുല്യരായിട്ടുള്ള കലാകാരന്മാരൊക്കെ എത്തിയിട്ടുള്ള നാടക സംഘമായിട്ടുള്ള KPSCയിൽ നിന്നാണ് അല്ലേ. KPSC എവിടെ ആരംഭിച്ചിട്ടുള്ളത്? KPSC കായംകുളത്താണ് KPSCയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. 1951 KPSC ആരംഭിക്കുന്നത്. തോപ്പിൽ ഭാസിയുടെയും കുറേ അധികം കലാകാരന്മാരുടെയും നേതൃത്വത്തിൽ 1951 കായംകുളത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, 1950 കായംകുളത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന KPSC എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിക്കും കേട്ടോ. 1950-51 കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്. 1951 അവർ ആദ്യത്തെ നാടകം പുറത്തിറങ്ങുന്നത്. എൻ്റെ മകനാണ് ശരി എന്ന് പറയുന്ന നാടകമാണ് KPSCയുടെ ആദ്യത്തെ നാടകം എന്ന് പറയുന്നത്. KPSCയുടെ രണ്ടാമത്തെ നാടകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, 1952 പുറത്തിറങ്ങിയ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകം. കമ്മ്യൂണിസ്റ്റാക്കി. ഇതാണ് KPSCയുടെ രണ്ടാമത്തെ നാടകം കേട്ടോ. പലർക്കും തെറ്റിപ്പോകാറുണ്ട് എപ്പോഴും. KPSCയുടെ ആദ്യത്തെ നാടകം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നാണ് പലരും കരുതിയിട്ടുള്ളത്. അങ്ങനെയല്ല കേട്ടോ. 1952 പുറത്തിറങ്ങിയ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ളതാണ് KPSCയുടെ രണ്ടാമത്തെ നാടകം. ആദ്യത്തെ നാടകം 1951 ഇറങ്ങിയ എൻ്റെ മകനാണ് ശരി എന്നുള്ളതാണ്. അപ്പോൾ ഇത് നോക്കുക, ഏതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്? A4, B3, C1, D2. അപ്പോൾ ആൻസർ ഏതാ? ബി ആണ് അല്ലേ. 4, 3, 1, 2 ശരിയല്ലേ. അടുത്ത ചോദ്യം, ഇത് കിട്ടിയോ? ആൾക്കാരെ നമുക്ക് പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഇല്ലാതെ അത് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത നോക്കിയ ഒരു മലയാളത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്, പക്ഷേ കലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യം ആയതുകൊണ്ടാണ് അതിവിടെ എടുത്തിട്ടുള്ളത്. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആരംഭിക്കുക, ബി കൂലി കൊടുക്കുക, സി അവസാനിക്കുക, ഡി പരിഹസിക്കുക. ധനാശി പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കുക എന്നുള്ളതാണ് കേട്ടോ. ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അതിവിടെ പറയാൻ കാര്യമെന്ന് ചോദിച്ചാൽ, ധനാശി പാടുക എന്ന് പറയുന്നത് ആക്ച്വലി കഥകളിയിലെ ഒരു ചടങ്ങിൻ്റെ പേരാണ് ധനാശി പാടുക എന്ന് പറയുന്നത്. കഥകളിയിലെ ഏറ്റവും അവസാനത്തെ ചടങ്ങാണ്
ധനാശി പാടുക എന്ന് പറയുന്നത്. കേളികൊട്ട്, അരങ്ങ് കേളി, തോടയം, മന്ദന ശ്ലോകം, പുറപ്പാട്, അങ്ങനെ പോകുന്ന ചടങ്ങുകളിൽ ഏറ്റവും അവസാനത്തെ ചടങ്ങാണ് എന്തെന്ന് പറയുന്നത് ധനാശി പാടുക എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാനത് ധനാശി പാടി എന്ന് പറഞ്ഞാൽ ഞാനത് അവസാനിപ്പിച്ചു, ഇനി അതില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ധനാശി പാടുക എന്ന് പറഞ്ഞാൽ കഥകളിയിലെ അവസാനത്തെ ചടങ്ങാണ്. അതുകൊണ്ടാണ് ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. എളുപ്പമുള്ള ചോദ്യമാണ്, നിങ്ങൾ മലയാളത്തിൽ എപ്പോഴും കാണുന്നൊരു ചോദ്യമാണ് അല്ലേ. അടുത്ത ചോദ്യം രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലൊരു പഴവർഗ്ഗം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ കൈതച്ചക്ക, ബി ചക്ക, സി മാങ്ങ, ഡി വാഴപ്പഴം. പഴന്തമിഴ് പാട്ടുകളെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ് ആ ചോദ്യം എടുത്തിട്ടുള്ളത്. പഴന്തമിഴ് പാട്ടുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൽ പരാമർശിച്ചിട്ടുള്ള പഴവർഗ്ഗം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ചക്കയാണ്, ജാക്ക് ഫ്രൂട്ടാണ് കേട്ടോ. കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. അടുത്ത ചോദ്യം നോക്കാം, പ്രധാനപ്പെട്ടുള്ളൊരു ചോദ്യമാണേ. 34ാമത്തെ ചോദ്യം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ, അതിലെ ക്വസ്റ്റ്യൻ നമ്പർ തന്നെ ഇങ്ങനെ എടുത്തിട്ടുള്ളതാണ്. നീൽ ദർപ്പണം എന്ന നാടകം രചിച്ചതാരും? നീൽ ദർപ്പണം എന്ന നാടകം രചിച്ചത് ഓപ്ഷൻ എ ദീനബന്ധു മിത്ര, ബി സുഭാഷ് ചന്ദ്രബോസ്, സി രവീന്ദ്രനാഥ ടാഗോർ, മോത്തിലാൽ നെഹ്റു. ഓപ്ഷൻ ഡി മോത്തിലാൽ നെഹ്റു. ഏതാണ് നീൽ ദർപ്പണം എന്ന നാടകം രചിച്ചതാര് എന്നുള്ളതാണ്. നീൽ ദർപ്പണം എന്ന നാടകം രചിച്ചത് ഓപ്ഷൻ എ ദീനബന്ധു മിത്രയാണ്. ഓപ്ഷൻ എ ദീനബന്ധു മിത്രയാണ്. ഇനി നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, നീൽദർപ്പണം എന്ന് പറയുന്നൊരു ബംഗാളി നാടകമാണ്. നീൽദർപ്പണം എന്ന് പറയുന്നത് ഒരു ബംഗാളി നാടകമാണ്. 1958, 59 കാലഘട്ടത്തിലാണ് അത് എഴുതപ്പെടുന്നത്. 1858, 59 കാലഘട്ടത്തിൽ ഈ ബംഗാളിലെ നീലം വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു നാടകം എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നീട് ഈ നാടകം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഏടുകളിൽ ഒന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. ഈ നാടകത്തിലെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഗിരീഷ് ചന്ദ്ര ഘോഷ് എന്ന് പറയുന്ന ആൾ 1872 കൊൽക്കത്തയിൽ ഒരു നാഷണൽ തിയേറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. ഈ നാടകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം ഈ നാഷണൽ തിയേറ്റർ കൊൽക്കത്തയിൽ സ്ഥാപിക്കുന്നത്. അവിടെ ആദ്യമായിട്ട് കളിക്കുന്ന നാടകം എന്ന് പറയുന്നതും ഈ നീൽ ദർപ്പൺ തന്നെയാണ്. അപ്പോൾ ബംഗാളിലെ നീലം കർഷകരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ആ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എഴുതപ്പെട്ടുള്ള നാടകം കൂടിയാണ് നീൽ ദർപ്പൺ. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹിസ്റ്ററിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്, പക്ഷേ നാടകമായതുകൊണ്ടാണ് എന്തിട്ടുള്ളത്, കലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി മറന്നു പോകരുത്, നീൽ ദർപ്പൺ എന്ന് പറയുന്നൊരു ബംഗാളി നാടകമാണ്. 1858, 59 കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള നാടകമാണ്. നീലം വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് നാഷണൽ തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്റർ എന്ത് ചെയ്യുന്നത്, കൊൽക്കത്തയിൽ ആരംഭിക്കുന്നു. അവിടെ ആദ്യമായിട്ട് കളിക്കുന്ന നാടകം എന്ന് പറയുന്നത് ഈ നീൽ ദർപ്പണമാണ്. അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് അകത്തും പുറത്തും ഉള്ള ഇന്ത്യൻ കലകളുടെ പ്രചരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ലളിതകലാ അക്കാദമി, ബി സാഹിത്യ അക്കാദമി, സി സംഗീത നാടക അക്കാദമി, ഡി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിച്ച സ്ഥാപനം. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതെന്തൊരു ചോദ്യമാണ് എന്നുള്ളത്. ആക്ച്വലി ഇത് വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതെന്തുകൊണ്ടാണെന്നറിയുമോ? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ലളിതകലാ അക്കാദമിയാണ്. ലളിതകലാ അക്കാദമി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെയും സാഹിത്യ അക്കാദമിയുടെയും സംഗീത നാടക അക്കാദമി, അതായത് ഈ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ള എയും ബിയും സിയും എല്ലാത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ന്യൂഡൽഹി തന്നെയാണ്. ന്യൂഡൽഹിയിൽ രവീന്ദ്ര ഭവനിലാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെയും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെയും എല്ലാം ആസ്ഥാനം എന്ന് പറയുന്നത് രവീന്ദ്രഭവനാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്, പക്ഷേ ഈ രവീന്ദ്രഭവനിലല്ല, കുറച്ച് മാറിയിട്ടാണ്. അപ്പോൾ രവീന്ദ്രഭവനിലാണ് ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമിയുടെ എല്ലാം എന്ത് ചെയ്യുന്നത്, ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മളിത് എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ് അല്ലേ. സോ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ലളിതകലാ അക്കാദമി അറിയപ്പെടുന്നത് തന്നെ നാഷണൽ അക്കാദമി ഓഫ് ആർട്ട് എന്നുള്ളതാണ്. നാഷണൽ അക്കാഡമി ഓഫ് ആർട്ട് എന്നുള്ളതാണ്. നിങ്ങൾ ലളിതകലാ അക്കാദമിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് കൊടുത്തിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് തന്നെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചരണം എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാഷണൽ അക്കാദമി ഓഫ് ആർട്സ് അല്ലെങ്കിൽ ലളിതകലാ അക്കാദമിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആദ്യം അവരുടെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവായിട്ട് കൊടുത്തിട്ടുള്ളത് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചരണം എന്നുള്ളതാണ്. അപ്പോൾ ആൻസറായിട്ട് വരുന്നതാണ് ലളിതകലാ അക്കാദമിയാണ്. ഇനി ഇതിൻ്റെ വർഷം കൂടി ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. ലളിതകലാ അക്കാദമി നിലവിൽ വരുന്നത് 1954 ഓഗസ്റ്റ് 5-നാണ്.
1954 ഓഗസ്റ്റ് 5-നാണ് ലളിതകലാ അക്കാദമി സ്ഥിതി വരുന്നത്. സാഹിത്യ അക്കാദമി വരുന്ന 1954 തന്നെയാണ്. അതിന് തൊട്ട് മുമ്പിലത്തെ വർഷമാണ് സംഗീത നാടക അക്കാദമി വരുന്നത് 1953 കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. ലളിതകലാ അക്കാദമി വരുന്നത് 1954, സാഹിത്യ അക്കാദമി നിലവിൽ വരുന്നതും 1954 തന്നെ, സംഗീത നാടക അക്കാദമി നിലവിൽ വരുന്നത് 1953. ഇത് കേന്ദ്രമാണ് കേട്ടോ. കേരള ലളിതകലാ അക്കാദമി അല്ലെങ്കിൽ കേരളത്തിലെ അക്കാദമികളല്ല പറയുന്നത്, കേന്ദ്രത്തിലെ അക്കാദമികൾ. ലളിതകലാ അക്കാദമി ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് സക്കീർ ഹുസൈനാണ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അന്ന് ലളിതകലാ അക്കാദമി ഉദ്ഘാടനം ചെയ്തു. 1954 മൗലാന അബ്ദുൽ കലാം ആസാദാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ആൻസർ ഏതാണ്? ലളിതകലാ അക്കാദമി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഒരു പേജ് മിസ്സായിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രാചീന ശിലായുഗം, ബി മധ്യശിലായുഗം, സി നവീന ശിലായുഗം, ഡി താമ്ര. അടുത്ത ചോദ്യം, വയനാട് കേട്ടോ. അടുത്ത ചോദ്യം, വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ്? ഓപ്ഷൻ എ പ്രാചീന ശിലായുഗം, ബി മധ്യശിലായുഗം, സി നവീന ശിലായുഗം, ഡി താമ്ര ശിലായുഗം. എടയ്ക്കൽ ഗുഹകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കേരളത്തിലെ ഗുഹാചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേരളത്തിലെ ആദ്യത്തെ തെളിവുകളൊക്കെ നമുക്ക് കിട്ടുന്നത് എടയ്ക്കൽ ഗുഹകളിൽ നിന്നാണ്. വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് എടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. അമ്പുകുത്തി മലകളിലാണ് എടയ്ക്കൽ കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിൽ മലബാർ പോലീസായിട്ടുണ്ടായിരുന്ന ഫ്രെഡ് ഫോസറ്റ് എന്ന് പറയുന്ന സൂപ്രണ്ടൻ്റാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, എടയ്ക്കൽ ഗുഹകൾ കണ്ടെത്തുന്നത്. പിന്നീട് അദ്ദേഹം കണ്ടെത്തിയതിന് ശേഷം അദ്ദേഹം ഒരു ജേർണലിൽ എടയ്ക്കൽ ഗുഹകളെക്കുറിച്ച് എഴുതുകയും പുറം ലോകം മുഴുവൻ അതിനെക്കുറിച്ചിട്ട് വായിക്കുകയും ഒക്കെ ആയിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. അപ്പോൾ എടയ്ക്കൽ കേവ്സ് എന്ന് പറയുന്നത് നവീന ശിലായുഗ കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ് കേട്ടോ. വേറെ ഏത് ശിലായുഗം തന്നു കഴിഞ്ഞാലും അതല്ല എന്ന് ഓർത്തുകൊള്ളുക. നവീന ശിലായുഗ കാലഘട്ടത്തിലെ തിരുശേഷിപ്പുകളാണ് എടയ്ക്കൽ കേവ്സ് എന്ന് പറയുന്നത്. അടുത്തത്, ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ. ഓപ്ഷൻ എ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, ബി കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ, സി കലാമണ്ഡലം ഗോപി, ഡി കലാമണ്ഡലം അച്യുതവാര്യർ. ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. ഇത് 2021 ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ആ ചോദ്യം വരാനുള്ള കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2021 ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ എന്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത്. അതുകൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ആത്മകഥയാണ് ജീവിതരസങ്ങൾ എന്ന് പറയുന്നത്. ബാക്കി ആൾക്കാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാവരും കഥകളിയുമായിട്ട്, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ കഥകളി ആർട്ടിസ്റ്റാണ്. കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ, അതുപോലെ തന്നെ കലാമണ്ഡലം ഗോപിയാശാൻ, കലാമണ്ഡലം അച്യുതവാര്യർ, ഇവരെല്ലാവരും കഥകളിയുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അത് നിങ്ങൾക്ക് ഗോപിയാശാൻ അറിയാമായിരിക്കും അല്ലേ, നിങ്ങൾ വാനപ്രസ്ഥ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള വേഷങ്ങളെന്ന് പറയുന്നത് പച്ച വേഷങ്ങളാണ്. ഓർമ്മയിലെ പച്ചകൾ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഓർമ്മയിലെ പച്ചകൾ. അതുപോലെ തന്നെ നളചരിത പ്രഭാവം, നളചരിത പ്രഭാവമൊക്കെ കലാമണ്ഡലം ഗോപിയാശാൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അതുപോലെ തന്നെ കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ, അദ്ദേഹം ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ള വേഷം എന്ന് പറയുന്നത് താടി വേഷമാണ്. ഉണ്ണിത്താൻ ആശാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് താടി വേഷങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകമുണ്ട് ഉണ്ണിത്താൻ ആശാൻ്റെ. അതിൻ്റെ പേര് കച്ചയും മിഴുക്കും എന്നുള്ളതാണ്. കച്ചയും മിഴുക്കും കേട്ടോ. ഇനി പുസ്തകങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്. കച്ചയും മിഴുക്കും എന്നുള്ളതായിരുന്നു രാമചന്ദ്രൻ ഉണ്ണിത്താൻ്റെ പുസ്തകത്തിൻ്റെ പേര്. ഗോപിയാശാൻ്റെ പുസ്തകമാണ് ഓർമ്മയിലെ പച്ചകൾ എന്ന് പറയുന്നത്. മറ്റൊരു പുസ്തകമാണ് നളചരിത പ്രഭാവം. ജീവിതരസങ്ങൾ എന്ന് പറയുന്ന ആത്മകഥ എഴുതിയത് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. ഈ ഓപ്ഷൻ തന്നിട്ടുള്ള എല്ലാ ആളുകളും കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അടുത്ത ചോദ്യം, സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവയിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം. ഓപ്ഷൻ എ അബനീന്ദ്രനാഥ ടാഗോർ, ബി രാജാ രവിവർമ്മ, സി നന്ദലാൽ ബോസ്, ഡി അമൃത ഷെർഗിൽ.
സതി എന്നുള്ള ചിത്രം വരച്ചിട്ടുള്ളത് ഓപ്ഷൻ സി നന്ദലാൽ ബോസാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണ് ഏതെന്ന് പറയുന്നത് സതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചത് രവീന്ദ്രനാഥ ടാഗോർ, സത്യേന്ദ്രനാഥ ടാഗോർ, അബനീന്ദ്രനാഥ ടാഗോർ, നന്ദലാൽ ബോസ്. ഭാരതമാത എന്ന് പറയുന്ന ചിത്രം വരച്ചിട്ടുള്ളത് അബനീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ ഈ രണ്ടും ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. സതി എന്ന് പറയുന്ന ചിത്രം വരച്ചിട്ടുള്ളത് നന്ദലാൽ ബോസാണ്. സതി എന്ന് പറയുന്ന ചിത്രം വരച്ചിട്ടുള്ളത് നന്ദലാൽ ബോസാണ്. ഭാരതമാത എന്ന് പറയുന്ന ചിത്രം വരച്ചിട്ടുള്ളത് അബനീന്ദ്രനാഥ ടാഗോറാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അബനീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പെങ്ങളുടെ മകനാണ് അബനീന്ദ്രനാഥ ടാഗോർ. ഇവിടെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്വദേശി സമരകാലത്ത് ദേശസ്നേഹം വളർത്താനാണ് ആ ചിത്രം വരച്ചതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വിദേശ ചിത്രരചനാ രീതികളോടൊക്കെ വിമുഖത കാണിച്ചുകൊണ്ട് ഈ അബനീന്ദ്രനാഥ ടാഗോർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നൊരു പ്രസ്ഥാനമുണ്ട്. അത് സ്വദേശി ചിത്രകലാ പ്രസ്ഥാനമെന്നാണ് അറിയപ്പെട്ടുകൊണ്ടത്. സ്വദേശി ഇത് പക്ക SCRT കണ്ടന്റാണ്. SCRTയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത് ആരാണ്? ഈ അബനീന്ദ്രനാഥ ടാഗോറാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പിന്നീട് ഈ സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം ബംഗാൾ സ്കൂൾ മൂവ്മെൻ്റ് എന്നൊക്കെ അറിയപ്പെടാൻ തുടങ്ങി. ബംഗാൾ സ്കൂൾ മൂവ്മെൻ്റ് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് പിന്നീട് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ ചിത്രകലാ രീതികളെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്ന ഒരാളാണ് അബനീന്ദ്രനാഥ ടാഗോർ. അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ ഭാരതമാത എന്ന് പറയുന്ന ചിത്രം എന്ത് ചെയ്തിട്ടുള്ളത് വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള മറ്റൊരാളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ നന്ദലാൽ ബോസ് എന്ന് പറയുന്നത്. അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ് പറയുന്നത് സതി പോലെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ചിത്രമുണ്ട്, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നൊരു ചിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗ്രാമീണ ചെണ്ടക്കാരൻ. ഈ ചിത്രം വരച്ചിട്ടുള്ളതും ആര് തന്നെയാണ്? നന്ദലാൽ ബോസ് തന്നെയാണ് കേട്ടോ. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചിട്ടുള്ളതും നന്ദലാൽ ബോസ് തന്നെയാണ്. അപ്പോൾ ഈ ചിത്രങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ചിത്രത്തിൽ ആദ്യം കാണുന്നതാണ് നമ്മുടെ സതി എന്ന് പറയുന്ന നന്ദലാൽ ബോസ് വരച്ച ചിത്രം. രണ്ടാമത് കാണുന്നതാണ് ഭാരതമാത എന്ന് പറയുന്ന ചിത്രം കേട്ടോ. ഇത് ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് സതി, നന്ദലാൽ ബോസിൻ്റെ ചിത്രം. രണ്ടാമത്തെ ചിത്രം അബനീന്ദ്രനാഥ ടാഗോറിൻ്റെ ഭാരതമാത എന്ന് പറയുന്ന ചിത്രം. അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക, ഇനി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ചെറിയ വീഡിയോ ആണ്, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ 2021-23 കാലഘട്ടത്തിലെ 10th ലെവൽ പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടാവും. അതിൽ നമ്മൾ 10th ലെവൽ മെയിൻസിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തി പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങളും കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെറുതെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനോട് കൂടെ പറയുന്ന കാര്യങ്ങളും കൂടി നോട്ട് ചെയ്യാനും പഠിക്കുവാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.